സാബു ജേക്കബിൻ്റെ 2020 ഉണ്ടാവുന്ന കാലം മുതൽ അതിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അരാഷ്ട്രീയത്തെ എതിർത്തിരുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയ കക്ഷികൾക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംശയമുണ്ടായിട്ടില്ല. അത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ്. കോർപ്പറേറ്റ് ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് വികസനം നടത്താം, ആളുകൾക്ക് സൗജന്യം കൊടുക്കാം. അങ്ങനെ CSR ഫണ്ട് കൊണ്ട് രാഷ്ട്രീയം പിടിച്ചെടുക്കാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു ജില്ലയോ ഒരു സംസ്ഥാനമോ തന്നെ അദാനിക്കോ അംബാനിക്കോ ഒക്കെ വേണേൽ പിടിക്കാം. ഇങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല, അവരുടെ തുടക്കം മുതലുള്ള കളികൾ ശരിയാണ്. അവർ ഉന്നയിച്ച ഒരു കാര്യം, കേരളത്തിൽ മാറി മാറി വരുന്ന മുന്നണികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് എന്ന ചോദ്യം ജനങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടി ജനങ്ങൾ പലപ്പോഴും പോകാറുണ്ട്. പക്ഷേ അതിങ്ങനൊരു ഓൾട്ടർനേറ്റീവ് അല്ല. അത് തീർത്തും ജനകീയമായ ഒരു ഓൾട്ടർനേറ്റീവാണ്. ഇതല്ല. ഇതിൻ്റെ പാർട്ടി ഘടന തന്നെ വളരെ കൃത്യമായും ഒരു മാനേജ്മെന്റ് ഘടനയാണ്. ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് സാബു ജേക്കബ് പറയുന്നത് അതിലെ എല്ലാ അണികളും അനുസരിക്കണം. അതാണ് രാഷ്ട്രീയം. ഞാൻ ആം ആദ്മിയുടെ ചുമതലയുള്ള കാലത്ത് ആം ആദ്മിയും 2020യും തമ്മിൽ സഹകരിക്കണം എന്ന് ഒരു വാദം ആം ആദ്മിയുടെ ചില ആളുകളും 2020യുടെ ആളുകളും ഉന്നയിച്ചിരുന്നു. അന്നു മുതൽ തന്നെ ഞാൻ അതിനെ അതിനിശിതമായി എതിർത്ത ആളാണ്. കാരണം ആം ആദ്മിയുടെ രാഷ്ട്രീയമല്ല 2020യുടെ രാഷ്ട്രീയം. ആം ആദ്മി ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയമാണ്. അതിന് പ്രസക്തിയുണ്ട്. അത് ജയിച്ചാലും തോറ്റാലും അതിൻ്റെ പ്രസക്തി വേറെയാണ്. പക്ഷെ അതല്ല 2020യുടെ. ഒരു മുതലാളിക്ക് തോന്നി എന്നാൽ ഞാൻ രാജ്യം നന്നാക്കി കളയാം എന്ന് തീരുമാനിച്ചു വന്നതാണ്. മാത്രവുമല്ല, 2020ക്ക് അന്ന് വേറെ ചില പ്രാദേശിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മലിനീകരണം സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച് അവിടെയുള്ള പ്രശ്നങ്ങൾ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ ഇപ്പോൾ പറയേണ്ടതില്ല. കാരണം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കടമ്പറയാറിലേക്ക് ഒഴുകുന്ന മാലിന്യവും അവരുടെ പ്രദേശത്ത് തന്നെയുള്ള ജനങ്ങൾ അതിനെ എതിർക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടു. പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് വാരിക്കോരി സൗജന്യങ്ങൾ കൊടുത്തു, കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തു, വീട്ടു ഉപകരണങ്ങൾ, വീട്ടു സാധനങ്ങളൊക്കെ കൊടുത്തു. നന്നായി. ആളുകൾ അത് കിട്ടിയവരൊക്കെ ഇയാളുടെ കൂടെ നിന്നു. അങ്ങനെ വലിയ തോതിൽ കിഴക്കമ്പലത്ത് ആദ്യവും പിന്നെ 2-3-4 പഞ്ചായത്തുകളിലേക്ക് അത് പതുക്കെ വ്യാപിച്ചു. മറ്റു പല സ്ഥലങ്ങളിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ പെരുമ്പാവൂരിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ, തൃക്കാക്കരയിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി അവരെ കുറെ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2020 മത്സരിച്ചു. ഏതായാലും അവരവരുടെ ശക്തിയൊക്കെ തെളിയിച്ചു, അല്ലെങ്കിൽ തെളിയിച്ചില്ല, എന്തായാലും നിൽക്കുന്നു. ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പഴയതുപോലെ നേട്ടമുണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. വലിയ തോതിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും ചിലയിടത്തൊക്കെ അവർ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഒരു ചാട്ടം എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്നുള്ള ഒരു ചാട്ടമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന് ഒരു 5-6 മാസത്തെയെങ്കിലും പഴക്കമുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഈ സാബു ജേക്കബിൻ്റെ വിദേശ ഇടപാടുകൾ സംബന്ധിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫെമ വയലേഷനുമായി ബന്ധപ്പെട്ട്, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ചില ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട് എന്നും ED ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ED ഒരു വലിയ ആളൊന്നുമല്ല. കാരണം ED കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റാണ്. അവർക്ക് ഇലക്ഷൻ കാലത്തോ രാഷ്ട്രീയ കക്ഷികളോ എതിരാളികളോ ഒക്കെ കീഴ്പ്പെടുത്താനും പിടിക്കാനോ ഒക്കെ വേണ്ടാത്തവരെ അവർ തൊടൂല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സാബു ജേക്കബിനെതിരെ അത് പ്രയോഗിച്ചു എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായും അതുണ്ടാവും. സാബു ജേക്കബിന് ഇനി പിടിച്ചു നിൽക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വില കുറച്ച് വിൽപ്പനയും ഒന്നും അധിക കാലം മുമ്പോട്ട് പോയില്ല. അതിനും അധികം ഫണ്ട് കിട്ടില്ല. അദ്ദേഹം ഇതിനിടയ്ക്ക് ഹൈദരാബാദിൽ തൻ്റെ പുതിയ ഷോപ്പ് തുറക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഉൽപാദന നിലയം തുറക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്ഥാപനത്തിലേക്ക് പോയി എന്ന് പറയുന്നു. 3000 കോടി രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇതൊക്കെ ഇവിടെ വലിയ ചർച്ച ചെയ്താണ്. PT തോമസ് ഉണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹവുമായി വളരെ ശക്തമായി കടമ്പറയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ബെന്നി ബെഹനാനുമായിട്ടോ അതുപോലെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇയാൾക്ക് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഗുണം കിട്ടിയത് LDFനാണ്. അവിടെ സജീന്ദ്രൻ പരാജയപ്പെടുകയും എതിരാളി LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ശ്രീനിജൻ വിജയിച്ചത് യഥാർത്ഥത്തിൽ 2020 പിടിച്ച വോട്ടുകൾ കൊണ്ടാണ്. 2020 സ്വാഭാവികമായും പിടിക്കുന്നത് 2 വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ജാക്കോബൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയും കുറച്ച് മുസ്ലിം വോട്ടുകളും അവർക്ക് കിട്ടിയിരുന്നു. കാരണം ഇത് രണ്ടുപേരെയും എതിർക്കുക. ഇതിൽ ഈ വോട്ടുകളിൽ നല്ലൊരു പങ്കും UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ 2020യുടെ വളർച്ച കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ അവിടെ ദുർബലപ്പെടുത്തി എന്നത് സത്യമാണ്. അങ്ങനെയാണ് ശ്രീനിജൻ ജയിക്കുന്നത്. പക്ഷേ പിന്നീട് ശ്രീനിജനും സാബുവായിട്ട് വലിയ തല്ലായി, വഴക്കായി, കാണുമായി. അതിൻ്റെ പേരിൽ റെയ്ഡുകളായി, നിരവധി പ്രശ്നങ്ങളായി.
നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് തന്നെ നേരിട്ട് ഇടപെട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ED എന്ന വടി സാബു ജേക്കബിന് നേരെ വന്നിരിക്കുന്നു എന്നത് വിശ്വസനീയമായ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ സാബു ജേക്കബിന് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണമെങ്കിൽ അദ്ദേഹത്തിന് NDA ആയിട്ട് ചേർന്ന് നിന്നേ പറ്റൂ. NDA അയാൾ ചേരാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ അത് 2020 സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്ത്യമാണ് എന്ന് തന്നെ കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നിലവിലുള്ള രാഷ്ട്രീയ മുന്നണികളുമായി ബന്ധമില്ലാതെ നിൽക്കുന്നു എന്നത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDAയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലെ മതന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ ഒരു വോട്ട് പോലും അവർക്ക് കിട്ടില്ല. അത് മുഴുവൻ ഇപ്പോൾ മിക്കവാറും കോൺഗ്രസിലേക്കോ കുറച്ച് CPMലേക്കോ പോകും. അതുപോലെ തന്നെ ജാക്കോബായ വിഭാഗത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിൽക്കുമ്പോൾ അവർക്ക് സ്വതന്ത്ര വ്യക്തിത്വമുണ്ട്. പക്ഷേ അവര് ഇത് വിട്ടാൽ, NDAയിലേക്ക് വിട്ടാൽ അവരതിൽ ചെയ്തോളുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അടിസ്ഥാനപരമായി അവരുടെ ബേസ് നഷ്ടപ്പെടും. മാത്രമല്ല, ഇതിലൊരു വലിയ ചതിയുള്ളത്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവര് 2020 കുറെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സീറ്റൊക്കെ NDAയിലേക്ക് വെച്ചു മാറുക അല്ലെങ്കിൽ NDAയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്. കാരണം എന്താ വെച്ചാൽ 3 മുന്നണികൾക്കും എതിരായി മത്സരിച്ച് ജയിച്ച് മെമ്പർമാരായ ആളുകൾ, അധികാരം പിടിച്ച ആളുകൾ വളരെ പെട്ടെന്നൊരു ദിവസം കൂറുമാറുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഈ വഞ്ചനയ്ക്കും അയാൾക്ക് പകരം ചെയ്യേണ്ടി വരും. കാരണം അയാൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ കണക്കാക്കുന്നത് NDAക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഘടകകക്ഷിയെ കിട്ടി എന്ന് വേണമെങ്കിൽ അഭിമാനിക്കാം. അതിനപ്പുറത്തേക്ക് വലിയൊരു വോട്ട് ബാങ്ക് 2020യുടെ കൂടെ NDAയിലേക്ക് വരില്ല. പക്ഷെ എങ്കിൽ പോലും NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷിയെ കൂടി ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാൻ കഴിയും. അത് അല്ലാതെ ഇത് വേറൊരു ഇമ്പാക്റ്റും രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കില്ല. ഞാൻ കണക്കാക്കുന്നത് UDFന് വലിയ തോതിലും മറ്റു കുറഞ്ഞ തോതിലാണെങ്കിൽ LDFനും ഇത് ഗുണകരമാകും എന്ന് തന്നെയാണ്.